ഈ പറയുന്ന റിസൾട്ട് വന്ന ഇതല്ലേ മഹാലക്ഷ്മി ലോട്ടറീസ് 19-ാം തീയതി. ഇയാളെ കൊണ്ടുവന്നത് എത്രാം തീയതിയാണ്? ഇയാളെ കൊണ്ടുവന്നത് ഏത് തീയതിയാണ്? 19-ാം തീയതിയാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതാണ് ഒട്ടിച്ചിരിക്കുന്നത് അല്ലേ? AK686 അല്ലേ? 12-ാം തീയതി ടിക്കറ്റാണത്. ഇത് 12 ടിക്കറ്റ് ആണത്. അതിലവൻ 19 ഒട്ടിച്ചു കൊണ്ടുവന്നു. എൻ്റെ പ്രിയ സ്നേഹിത, താങ്കൾക്ക് ഈ വാർത്ത കണ്ടു കഴിഞ്ഞാൽ അല്പമെങ്കിലും മനസ്താപം തോന്നുമെങ്കിൽ 5000 രൂപ എന്നുള്ള സംഖ്യ ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ളൊരു വലിയ തുകയാണ്. അതിൻ്റെ ജീവിതത്തിൻ്റെ താളക്രമം തന്നെ തെറ്റി. നമസ്കാരം, എൻ്റെ കൂടെ നിൽക്കുന്നത് രാമകൃഷ്ണ ചേട്ടനാണ്. കുളത്തൂപ്പുഴ നിവാസിയാണ്. അഞ്ചൽ നഗരത്തിൽ ലോട്ടറി കച്ചവടം നടത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അദ്ദേഹത്തെ ഹെൽമെറ്റ് വച്ച ഒരു ചെറുപ്പക്കാരൻ തെണ്ടി അല്ലേ മാന്യമായിട്ട് പറ്റിച്ചു. ഈ ലോട്ടറി ടിക്കറ്റ് കൊണ്ട് കൊടുത്തിട്ട് ഇതിന് 5000 രൂപ അടിച്ചു എന്ന് പറഞ്ഞിട്ട്, അതായത് കാണുമ്പോൾ അറിയാം ഇവിടെ AK686 എന്നുള്ള സാധനം ഒട്ടിച്ചേക്കുകയാണ്, അല്ല ഇവിടെ ഒട്ടിച്ചേക്കുകയാണ്. ഇങ്ങനെ 2 ഒട്ടിപ്പായിട്ടുള്ള ഒരു ലോട്ടറി ടിക്കറ്റ് കൊണ്ട് ഈ ചേട്ടന് കൊടുത്തിട്ട് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് 5000 രൂപ അടിച്ചുകൊണ്ട് പോയി. ആരോഗ്യമുള്ള ആൾക്കാരെ കയ്യിൽ നിന്നൊക്കെ തട്ടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ചേട്ടനെ പോലെ ഇത്രയും വയസ്സായ ഉപജീവനമാർഗം ഈ ലോട്ടറി വിറ്റെങ്കിലും ഉപജീവനമാർഗം നടത്തി ജീവിക്കുന്ന അദ്ദേഹത്തെ പറ്റിച്ചത് കാണുമ്പോൾ സങ്കടമാകുന്നു. ചേട്ടാ, എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് സ്കൂട്ടി കൊണ്ട് അടുത്ത് നിർത്തിയപ്പോഴത്തേക്ക് ടിക്കറ്റ് സ്കൂട്ടർ ഒന്ന് നിർത്തിയപ്പോഴത്തേക്ക് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിയുടെ ടിക്കറ്റ് അങ്ങ് കൊടുത്തു. അപ്പം ഈ ടിക്കറ്റ് 30 എടുത്തുകൊണ്ട് എൻ്റെ കയ്യിൽ 5000 അടിച്ച ടിക്കറ്റ് 11 ഉണ്ട്, മാറി തരാമെന്ന് നോക്കി. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ അത്രയും കാശില്ല, കടയിലോട്ട് വരുമെങ്കിൽ മാറിത്തരാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നാ ഒരു കാര്യം ഈ ടിക്കറ്റ് പോയിട്ട് ബാക്കി കാശ് തരാൻ പറ്റുമെന്ന് നോക്കി. അപ്പം ഞാൻ അന്നേരം എൻ്റെ മണ്ടത്തറന്ന് പറഞ്ഞാൽ എനിക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ 1200 രൂപ പോയിട്ട് ബാക്കി 3800 കയ്യിലങ്ങ് കൊടുത്തു. അപ്പോൾ 5000 കടയിൽ മേടിക്കാൻ ടിക്കറ്റിൻ്റെ മേടിക്കാൻ പൈസ ഇല്ല. അങ്ങനെ പോയി. രണ്ടാമത് നമ്പർ തിരക്കിയപ്പോൾ വണ്ടിയുടെ നമ്പർ ചെറുതായിട്ട് ഒരു ഓർമ്മ ഉണ്ട്, നേരിട്ട് കണ്ടറിയാം. കാര്യം ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് പോയി. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് കഴിഞ്ഞാൽ പറ്റിച്ചറിഞ്ഞ് ഇവനെ ഒരു നല്ല ഒരു കഴിവുള്ളവനാണ്. എന്നെക്കാട്ടിലും ഇവൻ വയസ്സായ ഒരു തെമ്മാടിത്തറവല്ലേ ഇവൻ കാണിക്കുന്നത്. ഇവനെ പോലെയുള്ളവൻ പച്ച പിടിക്കുവോ കുണം പിടിക്കുവോ ദൈവം ഇവനെ ശ്രമിക്കുവോ. ബഡ്ജറ്റെല്ലാം എൻ്റെ വാവുണ്ടാവും തീർന്നവൻ്റെ കച്ചവടം, വേറെ അതിൽ ഒരു മാറ്റവും ഇല്ല. കാര്യം എൻ്റെ ഇന്ന് അവൻ എനിക്ക് 5 പൈസ തരാനും വേണ്ട, എൻ്റെ ടിക്കറ്റിൻ്റെ പൈസ തന്നിട്ട് പോയാലും മതിയായിരുന്നു. അവൻ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ അവനെപ്പോലെ അങ്ങനെ തൻ്റെ ഇടം ഉള്ളവനാണെങ്കിൽ അവനെപ്പോലെ ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് അവൻ കളിച്ചിറങ്ങി അവൻ മനുഷ്യനാണ്. തണ്ടും തടിയൊക്കെ നല്ല ആരോഗ്യമുണ്ട്, വണ്ടിയുണ്ട്. അവൻ എങ്ങനെ തെണ്ടണമെന്ന് ആവശ്യമുണ്ട്. തെണ്ടിനവൻ്റെ അടുത്ത് തെണ്ടണോ? ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ആലഞ്ചേരി ഏരിയയിൽ വന്നിട്ട് 8 വർഷമായി. എന്നെ എല്ലാവരും സഹകരിക്കുന്നത് ഒരു മാനീയമായിട്ട് നമ്മൾ നടക്കുന്നതും അവരോട് കൂടെ ഒരു സഹകരണമായിട്ട് നിൽക്കുന്നതിൻ്റെ പേരിലാണ് 8 വർഷം കൊണ്ട് ആ ഏരിയ തന്നെ ഞാൻ ഓടിക്കുന്നത്. കുളത്തുപുഴ താമസമായാലും രാവിലെ 6 മണിയാകുമ്പോൾ അവിടെ നിന്ന് വണ്ടി വന്നിറങ്ങും, ഇറങ്ങി ചെയ്യിച്ചാൽ പോകുന്നു. അതിൽ 1-2 പേരുണ്ട് എൻ്റെ കയ്യിൽ ടിക്കറ്റ് മേടിച്ചിട്ട് ചായ മേടിച്ച് ചാപ്പാട് മേടിച്ച് തരുന്നവരുമുണ്ട്, ചോറ് മേടിച്ച് തരുന്നവരുണ്ട്. ഈ കൊടുക്കാൻ പറഞ്ഞാൽ ഈ ഉടുപ്പ് കഴിഞ്ഞ വർഷം ഓണത്തിന് ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന ആളാണ് മേടിച്ചത്. അത്രയ്ക്കും കഷ്ടത്തിലാണ് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഫാമിലിയൊക്കെ നാട്ടിലാണ്. ഫാമിലി നാട്ടിലെന്ന് പറഞ്ഞാൽ മോൻ ഒരിടത്ത് ജോലി ചെയ്യുന്നു, പിന്നെ മോൾ ഒരിടത്ത് ജോലി ചെയ്യുന്നു. അപ്പോൾ അവർ ജിരി ദൂരോട്ടാണ്, എൻ്റെ വീട്ടിൽ നിന്ന് ജിരി ദൂരമാണ്, 150 കിലോമീറ്ററിന് അപ്പുറമാണ്. അപ്പോൾ അവരും നമ്മുടെ വീട് നശിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിലേക്ക് വന്ന് തൂത്ത് കുഴിച്ചൊക്കെ ഇട്ടിട്ട് വരും. അപ്പോൾ അവർക്ക് ഒരു വിശേഷങ്ങളായിട്ടുള്ള ദിവസങ്ങളിൽ വരും, 4-5 ദിവസം നിൽക്കും, പോവും. അപ്പോൾ എനിക്കിതിൽ മീതിയായിട്ട് വരുന്നത് അവർക്ക് 10,000 അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ എനിക്ക് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ നിന്ന് എനിക്ക് 500 രൂപ വേണമെന്ന് പറഞ്ഞാൽ അയച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ നീന്തിപ്പോകുന്നത്. ഏതായാലും എനിക്ക് പറയാനുള്ളത്, ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ആ കാശ് അടിച്ചു മാറ്റിയ ആ ബിരുദനോടാണ്. എൻ്റെ പ്രിയ സ്നേഹിത, താങ്കൾക്ക് ഈ വാർത്ത കണ്ടു കഴിഞ്ഞാൽ അല്പമെങ്കിലും മനസ്താപം തോന്നുമെങ്കിൽ നിങ്ങൾ എന്നാൽ ചേട്ടൻ്റെ അഡ്രസ്സൊന്നും തരുന്നില്ല, ഇവിടെ അഞ്ചലുള്ള മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരു ലോട്ടറി കടയുണ്ട്. അവിടെ നിങ്ങൾ ഒരു പേരും ഒന്നും പറയണ്ട, അവിടെയെങ്കിലും എത്തിച്ച് കഴിഞ്ഞാൽ ഈ ചേട്ടൻ്റെ ഉപകാരമായിരുന്നു. കാരണം 5000 രൂപ എന്നുള്ള സംഖ്യ ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ളൊരു വലിയ തുകയാണ്. അതിൻ്റെ ജീവിതത്തിൻ്റെ താളക്രമം തന്നെ തെറ്റി.
ഇസ്മേസിനുണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.